MLA എന്നുള്ള നിലയിൽ ആദ്യത്തെ ഒരു മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള ഒരു എൻഗേജ്മെൻ്റാണ് ഇന്ന് നടക്കുന്നത്. ഒറ്റയ്ക്ക് എല്ലാവരും ധാരാളം പേര് വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചെങ്കിലും ഒരുമിച്ച് എല്ലാവരെയും കാണുന്നത് ഇന്നാദ്യമായിട്ടാണ്. ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ എനിക്ക് കഴക്കൂട്ടത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ആശങ്കയോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ചാണ്. കാരണം നമ്മൾ 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വന്നു. ഇന്ന് 8 ദിവസം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം 8-ാം ദിവസം നമ്മൾ നിൽക്കുകയാണ്. രാജ്യത്ത് 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഇതുൾപ്പെടെ ഈ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നതിൽ മറ്റ് 4 സംസ്ഥാനങ്ങളിലും ഒന്നുകിൽ മുഖ്യമന്ത്രിമാർ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു, പുതിയ മന്ത്രിസഭ നിലവിൽ വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ അതിനുള്ള തീയതി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ജനങ്ങൾക്ക് അതിനുള്ള ഒരവസരം പുതിയ സർക്കാരിൻ്റെ ലഭിക്കാനുള്ള അവസരം അത് ലഭ്യമായിട്ടില്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളും അധികാര വടംവലികളും നേതാക്കന്മാർ തമ്മിലുള്ള ഏറ്റവും ഒരു സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. ഞാനും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്തുള്ള തർക്കങ്ങൾ പരസ്യമായി തെരുവിലേക്ക് വലിച്ചിഴക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയത്തെ ജനങ്ങൾ മുഴുവൻ അവമതിയോടുകൂടിയിട്ട് കാണുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അകത്തുള്ള അധികാര വടംവലി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിന് പോലും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാവുകയും ദീർഘകാലം രാജ്യത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത ഒരു പാർട്ടിയുടെ നിലവിലുള്ള സ്ഥിതി, വാസ്തവത്തിൽ ആ പാർട്ടിയുമായിട്ട് വലിയ താല്പര്യമില്ലെങ്കിലും രാജ്യത്തിൻ്റെ സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ ഇങ്ങനെയൊരു പ്രധാന പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാവുന്നു എന്നുള്ളത് എല്ലാവർക്കും ഏറ്റവും ഖേദകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ്. ജനങ്ങൾ ഈ ഒരു സാഹചര്യം കൊണ്ടാണ്, ഇങ്ങനെയുള്ളൊരു സ്ഥിതി കൊണ്ടാണ് ജനങ്ങൾ കോൺഗ്രസിനെ ഭരണമേൽപ്പിക്കാൻ വിമുഖത കാണിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഒരിക്കൽ കൂടി മനസ്സിലാവുന്നത്. വലിയ ഭൂരിപക്ഷം, വലിയ മാൻഡേറ്റ്, 100-ലധികം സീറ്റുകൾ, അത്രയും സീറ്റുകൾ നൽകിയതിന് ശേഷവും അവർക്കൊരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല. ഒരാഴ്ചയായിട്ട് കേരളത്തിൽ സർക്കാരില്ല. സർക്കാർ 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് പിറകെ രാജിവെച്ചു. കെയർടേക്കർ ഗവൺമെൻറ്റായിട്ട് തുടരാൻ ആവശ്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ചട്ടപ്പടി കാര്യങ്ങൾ ചെയ്യാൻ മാത്രമുള്ള ഒരു സർക്കാരാണ് നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യം കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ, അതുകൊണ്ടാണ് ഓരോ സംസ്ഥാനത്ത് നിന്ന് കോൺഗ്രസിനെ ജനങ്ങൾ അകറ്റി നിർത്തുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. ഈ സാഹചര്യം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഇടയിൽ ജനങ്ങളോട് താല്പര്യമുള്ളവർ ആരെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇനിയെങ്കിലും ഈ സാഹചര്യം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണം എന്ന് ജനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ സർക്കാരിൻ്റെ മുന്നിൽ ആദ്യമായിട്ട് മുന്നോട്ട് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ സർക്കാരിൻ്റെ കഴിഞ്ഞ സർക്കാരിൻ്റെ ഭരണത്തിലെ ഏറ്റവും ഒടുവിലത്തെ, ഒരുപക്ഷെ ആ സർക്കാരിൻ്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിട്ട് മാറിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്.
ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന അന്വേഷണത്തെക്കുറിച്ച് ഞങ്ങൾ മാത്രമല്ല ഇപ്പോൾ ഭരണത്തിലേറാൻ പോകുന്ന കോൺഗ്രസും അവരുടെ വിയോജിപ്പ്, അവരുടെ ആ കാര്യത്തിലുള്ള അസംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ആ അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ നിലപാട് പ്രഖ്യാപിക്കണം ഭരണം ഏറ്റെടുത്ത ഉടൻ തന്നെ എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അതോടൊപ്പം ആചാര സംരക്ഷണത്തിൻ്റെ പേരിൽ കേരളത്തിൽ നടന്ന പ്രക്ഷോഭത്തിൽ പങ്കാളികളായവരും ആകാത്തവരുമൊക്കെ ആയിട്ടുള്ള നിരവധി പേർക്കെതിരായിട്ട് നൂറുകണക്കിന് കേസുകൾ ഇപ്പോഴും കേരളത്തിലെ വിവിധ കോടതികളിൽ നിലവിലുണ്ട്. അന്ന് BJPയുടെ സമരത്തിൻ്റെ മുൻനിരയിൽ നിന്നിരുന്ന ശ്രീ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ട്, കെ സുരേന്ദ്രനെതിരായിട്ട് സംസ്ഥാനത്തിലെ വിവിധ കോടതികളിലായിട്ട് നിരവധി കേസുകളുണ്ട്. 100, 150, 200 കേസുകളുണ്ട്. അപ്പോൾ അത്രയും കേസുകൾ ഒരാൾക്കെതിരായിട്ട് ഒരു പകപോക്കൽ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുകയാണ് അന്നുണ്ടായത്. ഈ കേസുകൾ പിൻവലിക്കണം എന്നുള്ളത് ദീർഘകാലത്തെ ആവശ്യമാണ്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇത്തരത്തിലുള്ള കേസുകൾ, ആ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ അടിയന്തരമായിട്ട്, പുതിയ സർക്കാർ ചുമതലയെടുത്തു കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം, കേരളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മഴക്കാലത്ത് നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ, മഴക്കെടുതിയുടെ ഭാഗമായിട്ട് മഴക്കാലത്തിന് മുൻപ് നടക്കേണ്ട ശുചീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ഇപ്പോൾ പുറത്തു പോകുന്ന സർക്കാർ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ധാരാളം ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ സർക്കാർ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇന്ന് തീയതി 12-ാം തീയതിയായി, മഴ ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ സാഹചര്യത്തിൽ സർക്കാർ രൂപീകരണവും വകുപ്പുകളുടെ വിഭജനവും, കാരണം അതൊരു വലിയ കീറാമുട്ടിയാവുമോ എന്നുള്ളതാണ് അടുത്ത ആശങ്ക. കാരണം സർക്കാർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഇത്രയും വൈകുന്നുണ്ടെങ്കിൽ വകുപ്പ് വിഭജനവും തുടർന്നുള്ള കാര്യങ്ങളും നടപ്പിലാകണമെങ്കിൽ എത്ര സമയമെടുക്കും എന്നുള്ളൊരാശങ്കയുണ്ട്. എങ്കിൽ പോലും ഈ മഴക്കാലത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ആ തയ്യാറെടുപ്പുകൾ സർക്കാർ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു സർക്കാരിൻ്റെ നടപടിയായിട്ട് മുൻനിർത്തിക്കൊണ്ട് നടപ്പിലാക്കണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ള മറ്റൊരു കാര്യം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.